നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിരുന്നല്ലോ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫോർദോ ആണവ കേന്ദ്രം തന്നെയായിരുന്നു. ഫോർദോയിൽ ഇസ്രയേൽ തലങ്ങും വിലങ്ങും കയറി അടിച്ചെങ്കിലും അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് അവിടെ കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർദോയിൽ ആക്രമണം നടത്തിയതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അമേരിക്ക. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന് പേരിട്ട ദൗത്യത്തിന് പിന്നിലെ രഹസ്യ ആസൂത്രണവും B-2 വിമാനത്തിന്റെ ബോംബിംഗും അടക്കമുള്ള കാര്യങ്ങളാണ് അമേരിക്കയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ വിവരിച്ചത്. കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിളക്കമുള്ള സ്ഫോടനം. പകൽ വെളിച്ചം പോലെ തോന്നി. 30,000 പൗണ്ട് ഭാരമുള്ള കൂറ്റൻ ബങ്കർ ബസ്റ്റർ ബോംബ് ഇറാന്റെ മണ്ണിൽ പൊട്ടിത്തെറിക്കുന്നത് കണ്ടതിന് ശേഷം ഒരു പൈലറ്റ് പറഞ്ഞതായി കെയ്ൻ വ്യക്തമാക്കി. തിരിച്ചെത്തുമോ എന്നറിയാതെയായിരുന്നു US സൈനികർ പറന്നുയർന്നത്. അവർ തിരിച്ചിറങ്ങിയപ്പോൾ വൈകാരിക നിമിഷങ്ങളാണ് ഉണ്ടായതെന്നും കെയ്ൻ പറഞ്ഞു. ഇറാനിലെ ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ പ്രധാന ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് US ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ നടത്തിയത്. B-2 ബോംബറുകളിൽ നിന്ന് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചായിരുന്നു ജൂൺ 22 ആക്രമണം. ഭൂമിക്കടിയിൽ ആഴത്തിൽ നിർമ്മിച്ച ഫോർദോ ആണവ നിലയത്തിന് 2 വഴികൾ ഉണ്ടായിരുന്നതായി US സൈന്യം അവകാശപ്പെടുന്നു. ഓരോ പാതയ്ക്കും 3 ഷാഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരു പ്രധാന ഷാഫ്റ്റിന്റെ ഇരുവശത്തും 2 ചെറിയ ഷാഫ്റ്റുകൾ. ആക്രമണത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് ഇറാൻ ഈ ഷാഫ്റ്റുകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചിരുന്നു. വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളിലൂടെയാണ് ആക്രമണ പദ്ധതിക്ക് അന്തിമ രൂപം നൽകിയതെന്ന് കെയ്ൻ പറയുന്നു. ഡിഫൻസ് ത്രെട്ട് റിഡക്ഷൻ ഏജൻസിയിലെ പേര് വെളിപ്പെടുത്താത്ത 2 ഉദ്യോഗസ്ഥർ 15 വർഷത്തിലേറെയായി ഫോർദോ ആണവ കേന്ദ്രത്തെക്കുറിച്ച് പഠിച്ചു. 2009 ഉദ്യോഗസ്ഥരെ ഇറാനിയൻ പർവ്വതനിരകളിലെ പ്രധാന നിർമ്മാണങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്തു. കൂടുതൽ വിവരങ്ങൾ വിശകലനത്തിനായി കൈമാറി. ഉദ്യോഗസ്ഥർ വർഷങ്ങളോളം ഈ സ്ഥലവും കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചു. ആണവ കേന്ദ്രം നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധം അന്ന് അമേരിക്കയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് GBU-57 ബങ്കർ ബസ്റ്റർ ബോംബ് പരീക്ഷിക്കുന്നതെന്നും കെയ്ൻ പറഞ്ഞു. ജൂണിൽ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ദൗത്യം നടപ്പിലാക്കാനുള്ള ഉത്തരവ് വന്നു. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ അങ്ങനെയാണ് ആരംഭിച്ചതെന്നും കെയ്ൻ പറഞ്ഞു. ഫോർഡോ ചിതറിച്ച ആശ്വാസത്തിലിരിക്കുന്ന അമേരിക്കയ്ക്ക് പക്ഷേ ജോലികളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല. വീണ്ടും പുതിയ ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബിന് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള ഒരു ആണവ കേന്ദ്രം ഇറാൻ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള വിവരം പുറത്ത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചതിന് പിന്നാലെ പുതിയ സ്ഥലം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുമ്പോൾ 400 കിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം അതീവ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് ഇറാൻ മാറ്റിയിരുന്നു. ഇക്കാര്യം ആണവ വിദഗ്ധരും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന് ആണവ വസ്തുക്കൾ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലമാണ് പിക്കാക്സ് പർവ്വതം എന്ന് ഇവർ പറയുന്നു. പിക്കാക്സിലേക്കോ മറ്റേതെങ്കിലും അജ്ഞാത സൗകര്യത്തിലേക്കോ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം കടത്തിയിട്ടുണ്ടാകാമെന്ന് ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിലെ ബെൻ തലേബ്ലു ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞു. പിക്കാക്സ് പർവ്വതത്തിലെ പുതിയ തുരങ്ക സമുച്ചയത്തിൽ ഇറാന് രഹസ്യമായി ആയിരക്കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകൾ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റീസ് അഭിപ്രായപ്പെടുന്നു. മറ്റാണവ നിലയങ്ങളിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടാലും ഇറാന് അതിന്റെ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ തുടരാൻ ഇത് അനുവദിക്കും. ചുരുക്കത്തിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണം ഇറാനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് ചില വിദഗ്ധർ പറയുന്നുണ്ട്. എന്നാൽ അതിശക്തമായ തിരിച്ചടി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ഇസ്രയേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന് മറ്റൊരു കൂട്ടരും വാദിക്കുന്നു. ഇതിനിടെ മറ്റൊരു വിവരമുള്ളത്, ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ വധിക്കാൻ സൈന്യം ശ്രമിച്ചുവെന്നും അവസരം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേലി ചാനലുകളായ ചാനൽ 12, ചാനൽ 13, സർക്കാർ ഉടമസ്ഥതയിലുള്ള കാൻ എന്നിവരുമായി നടത്തിയ അഭിമുഖങ്ങളിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഖമനേയി ഒളിവിൽ പോയതോടെയാണ് പദ്ധതി പാളിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഖമനേയിയെ ഒരുപാട് തിരഞ്ഞുവെന്നും കണ്ടെത്തിയാൽ വധിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രയേലി പ്രതിരോധ സേനയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നുവെങ്കിലും ഖമനേയിയെ വധിക്കാൻ ശ്രമിച്ചുവെന്നത് ആദ്യ വെളിപ്പെടുത്തലാണ്.
ഖമനേയി ബങ്കറിലേക്ക് പിൻവാങ്ങിയെന്നും ഉന്നത സൈനിക കമാൻഡർമാരുമായുള്ള ആശയവിനിമയം വിച്ഛേദിച്ചുവെന്നും കാറ്റ്സ് പറഞ്ഞു. ഇസ്രയേലിന്റെ നീക്കം ഖമനേയി മനസ്സിലാക്കി. വളരെ ആഴത്തിലുള്ള ബങ്കറിലേക്ക് മാറുകയും കമാൻഡർമാരുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഖമനേയിയെ വധിക്കാനായില്ല എന്നും കാറ്റ്സ് അവകാശപ്പെട്ടു. ജൂൺ 17 സംഘർഷത്തിനിടെ ട്രൂത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ളയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ സുപ്രീം ലീഡർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാമെന്നും ലക്ഷ്യം എളുപ്പമാണെന്നും എന്നാൽ അദ്ദേഹത്തെ പുറത്താക്കാനോ വധിക്കാനോ ഉദ്ദേശമില്ല എന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇറാനിലെ ഭരണമാറ്റം US നയത്തിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യമല്ല എന്നും ട്രംപ് പറഞ്ഞു. പക്ഷേ ഇസ്രയേലിന്റെ എല്ലായ്പ്പോഴത്തെയും ലക്ഷ്യം അത് ഖമനേയി തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.